Hello friends, welcome back. Today we are going to discuss another very interesting topic. As you know, Capital Adequacy Ratio or CAR. Okay. BA എക്കണോമിക്സിലെ ബാങ്കിങ് സെക്കൻഡിൽ വരുന്ന സെക്കൻഡ് മൊഡ്യൂളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിമ്പിൾ ടോപ്പിക്, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ബാങ്കിങ് സെക്ടർ റിഫോംസ് ഇൻ ഇന്ത്യ. റൈറ്റ്, എസ് ടോപ്പിക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നരസിംഹം കമ്മിറ്റി 1 ആൻഡ് ഓൾസോ നരസിംഹം കമ്മിറ്റി 2. റൈറ്റ്, തറോ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ കാണാം. ഞാൻ 100% നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു. യു ക്യാൻ എക്സ്പെക്ട് ആൻ എസ് ഫ്രം ദാറ്റ് ഏരിയ. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ നരസിംഹം കമ്മിറ്റി 1 ആൻഡ് നരസിംഹം കമ്മിറ്റി 2, ബാങ്കിങ് സെക്ടർ റിഫോംസ്. റൈറ്റ്, സിമിലർലി we also discussed BIS. what is BIS? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, ഒരു സിമ്പിൾ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്. റൈറ്റ്, ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക്സിന് അവരുടെ ബാങ്കിങ് സെക്ടർ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി, അതിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബാങ്കിങ് ഫെയില്യൂർ ഓർ ക്രൈസിസ് ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാ മെമ്പേഴ്സിനും നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു നോമാണെന്ത്, ഒരു പ്രിൻസിപ്പിളാണെന്ത്, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. റൈറ്റ്, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം Prudential Norms. ഓക്കെ, ഈ ടോപ്പിക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ കവർ ചെയ്യാം. Prudential Norms. റൈറ്റ്, ബാങ്കിങ് സെക്ടർ വളരെ ശക്തമായിട്ട് രാജ്യത്ത് പ്രവർത്തിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണെന്ത് RBIൻ്റെ, ദാറ്റ് ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട. റൈറ്റ്, സ്ട്രെങ്തൻ ദ സൗണ്ട്നെസ് ഓഫ് ദ ബാങ്കിങ് സെക്ടർ, efficiency of the banking sector. Why? We know that banking sector is the backbone of a growing economy. Okay, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയുടെ നട്ടെല്ലാണെന്ത് ബാങ്കിങ് സെക്ടർ. റൈറ്റ്, അപ്പോൾ ഇവിടെ ഡെപ്പോസിറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിനെ വിശ്വസിച്ചിട്ട് അവരുടെ ലൈഫ് ഏണിങ്സ്, ഓക്കെ, അവർ അധ്വാനിച്ച് ഏൺ ചെയ്യുന്ന പണം ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് റിയലി സേഫ് ആൻഡ് ഓൾസോ എക്സ്പെക്ടിങ് ഫെയർ റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്. റൈറ്റ്, ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബാങ്ക്. ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് give interest regularly on deposits and also give back the deposit amount when depositor demands it. ഓക്കെ, അപ്പോൾ ഞാനൊരു 1000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ വിഡ്രോ ചെയ്യുമ്പോൾ എൻ്റെ ബാങ്ക് പറയാണ് എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. റൈറ്റ്, ഇതുപോലെ തന്നെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് വി വിൽ ഡിസ്കസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഈ ഏരിയാസ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ബാങ്കിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലുണ്ടാവണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടോപ്പിക്ക് വളരെ വളരെ സിമ്പിളാണ്. പിന്നെ നിങ്ങൾ ആലോചിച്ചു, ക്യാപിറ്റൽ ദാറ്റ് ഈസ് അസറ്റ്സ്, ഓൺ ഫണ്ട്, ബാങ്കിൻ്റെ കൈവശമുള്ള ക്യാപിറ്റൽ ദാറ്റ് ഷുഡ് ബി ആഡിക്വേറ്റ്. നിങ്ങൾ ആ ടേമിൽ നിന്ന് തന്നെ മീനിങ് കണ്ടെത്തുക. ക്യാപിറ്റൽ ഷുഡ് ബി ആഡിക്വേറ്റ് ടു ഓഫ്സെറ്റ് ഓർ to maintain or to offset losses. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബാങ്ക് എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് റിസ്കി എലമെന്റ് ഉള്ളതാണ്. Isn't it? Giving loans, that means it is risky. What is the risk? വായ്പ എടുത്ത ആള് വായ്പയുടെ പലിശയും മുതലും തിരിച്ചടക്കാതെ മുങ്ങാനുള്ള സാധ്യതയുണ്ട്. You can just imagine the crores, 20,000 crores or 40,000 crores ഒക്കെയാണ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് തിരിച്ചടക്കാതെ മുങ്ങിയത്. അല്ലേ, വിൽഫുൾ ഡിഫോൾട്ടർ എന്ന് കേട്ടിട്ടില്ലേ? യു ക്യാൻ ജസ്റ്റ് തിങ്ക് അബൌട്ട് വിജയ് മല്യ. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇവിടെ ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം
ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഡെപ്പോസിറ്റ് എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റേഴ്സിന്, ഫാമേഴ്സിന്, എക്സ്പോർട്ടേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നു? വായ്പ കൊടുക്കുന്നു. ദാറ്റ് ഈസ് accepting deposit and lending money. This process is risky. What is the risk? വായ്പ കൊടുത്താൽ അത് തിരിച്ചു കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. റിസ്ക് എലമെന്റ് ഉണ്ട്, isn't it? അപ്പോൾ ബാങ്ക് കൊടുക്കുന്നത്, see we can simply say like this, see bank, okay, we can take example of SBI, okay, see SBI accepting deposit and convert this deposit into loan, that is simply known as credit creation. ബാങ്കിങ് 1 നിങ്ങൾ റെഫർ ചെയ്യണം കേട്ടോ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ബാങ്കിങ് 1 അതുപോലെ ബാങ്കിങ് 2 നല്ലൊരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്കൊരു ഹാൻഡ് ബുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ട ടിപ്സ് അതിലുണ്ട്. ഷോർട്ട് എസ്സേ ഫോർമാറ്റ്, പാരഗ്രാഫ് ഫോർമാറ്റ്, ലോങ് എസ്സേ ഫോർമാറ്റിലൊക്കെ വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, അതുമായി ബന്ധപ്പെട്ട് ചില അഡീഷൻസ്, കാരണം ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ നല്ല രീതിയിൽ മനസ്സിലാകണമെങ്കിൽ അതിന് വേണ്ട കുറച്ച് ടിപ്സ് ഉണ്ട്, അത് അതിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഔട്ട് ഓഫ് സിലബസ്. ഓക്കെ, ആ ടോപ്പിക്സ് മനസ്സിലാകണമെങ്കിൽ ആ ഏരിയ നിങ്ങൾ വായിച്ചിരിക്കണം, എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ പുസ്തകം നിങ്ങൾക്ക് കളക്ട് ചെയ്യാം, ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്, അതുപോലെ മലയാളത്തിലും അവൈലബിൾ ആണ്. SBI എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു. ആ ഡെപ്പോസിറ്റ് CRR SLR ഒക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ലോൺ കൊടുക്കുന്നു, അഥവാ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദിസ് ലോൺ ഈസ് ആൻ അസറ്റ് ഫോർ എ ബാങ്ക്. ഓക്കെ, നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് ഓർക്കുന്നുണ്ട്, ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിൽ ബാങ്കിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ഡെപ്പോസിറ്റാ. ബാധ്യത എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ്. വൈ? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കൺസേൺഡ് ബാങ്ക് ടു റീപേ ഓർ റിട്ടേൺ ദ ഡെപ്പോസിറ്റ് എമൗണ്ട് along with the rate of interest. Okay, in the case of asset, that is loans is regarded as an asset for a bank. Why? Bank will get rate of interest on loan plus principal amount. But ഈ പ്രോസസ്സിൽ ഈ ലോൺ it is risky. റിസ്ക് എലമെന്റ് ഉണ്ട്. കാരണം എന്താ? പോസിബിലിറ്റീസ് ഓഫ് ഡീഫോൾട്ട് ബൈ ദ ബോറോവർ. വായ്പ എടുത്ത ആള് തിരിച്ചടക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ റിസ്ക് എലമെന്റ് ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഇറ്റ് ഈസ് ആക്ച്വലി ഹാൻഡിൽഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ്. ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്താ? ഗവൺമെന്റ് ബാങ്കിൽ നിന്ന് മീൻസ് ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ ലോൺ റൈസ് ചെയ്തിട്ടാണെങ്കിൽ 100% എന്താണ്? റീപേയ്മെന്റ് അലോങ് വിത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഗ്യാരണ്ടീഡ്. കാരണം അത് ഗ്യാരണ്ടി നൽകുന്നത് ആരാ? RBI തന്നെയാണ്. ദാറ്റ് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ഡീഫോൾട്ട്. ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വായ്പ എടുത്തിട്ട് തിരിച്ചടക്കാതെ അല്ലെ, EMI തെറ്റിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അതിനാണ് ഡീഫോൾട്ട്. റൈറ്റ്. സിമിലർലി ഇഫ് ബാങ്ക് ഗിവിംഗ് ലോൺസ് ടു റിയൽ എസ്റ്റേറ്റ്, അവിടെ എന്താണ്? റിസ്ക് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ RBI ടൈം ടു ടൈം എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ മേഖലയ്ക്ക് റിസ്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. isn't it? ഈ റിസ്ക് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് സ്വന്തം കയ്യിൽ ഓൺ ഫണ്ടായിട്ട് കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന പ്രുഡൻഷ്യൽ ആയിട്ടുള്ള ഒരു നോമാണ് എന്ത്? ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ഓക്കെ, സിമ്പിൾ പോയിന്റ്. ഈ പോയിന്റ് ഡയറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, see what is the purpose of capital adequacy ratio? Definitely to enhance efficiency and also operational flexibility and also enhance the soundness or strengthness of the financial system. Okay, ഇപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു ബിസിനസ് നടത്തും. ഇപ്പം ഞാനൊരു ഫേം നടത്തുന്നു, ആ ഫേം കൊളാപ്സ് ചെയ്തെന്ന് വിചാരിക്കുക, ക്രൈസിസ് വന്നു, ഞാൻ ഷട്ട് ഡൗൺ ചെയ്തു. ഓക്കെ, ഇഷ്യൂ ഉണ്ട്, ബട്ട് അതിന് ഇമ്പാക്റ്റ് വളരെ കുറവാണ്. മുതലാളിയായിട്ടുള്ള എനിക്കും അതിന് കുറച്ച് ജോലിക്കാർ അങ്ങനെയുള്ളൂ. എക്കോണമിയിൽ അതിന് ഇമ്പാക്റ്റ് വളരെ കുറവാണ്. ബട്ട് യു ജസ്റ്റ് ഇമാജിൻ വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ദർ ഈസ് ബാങ്ക് ഫെയില്യൂർ. ഒരു ബാങ്കിങ് സെക്ടർ കൊളാപ്സ് ചെയ്യുക. എന്തിലേറെ പറയുന്നു, 2008 നിങ്ങൾ ആലോചിച്ചു നോക്ക് അല്ലേ, ഗ്രേറ്റ് ഫൈനാൻഷ്യൽ റിസഷൻ, എക്കണോമിക് മെൽഡൗൺ ദാറ്റ് ഹാപ്പൺഡ് ഇൻ ദി USA ഇൻ 2008. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വളരെ കൂടുതലായിരുന്നു. പേര് കേട്ട ബാങ്കുകൾ അല്ലേ, ലേമാൻ ബ്രദേഴ്സ് കൊളാപ്സ് ചെയ്തു, ഫോർട്ടിസ്,
അതേപോലെ മെറിൽ ലിഞ്ച് എന്നൊക്കെ പറയുന്ന വർഷങ്ങളോളം പഴക്കമുള്ള വലിയ വലിയ ബാങ്കുകൾ പാപ്പരായി, ബാങ്ക്രപ്റ്റഡായി, എക്കോണമിയെ തകിടം മറിച്ചു. അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യയിലും ഉണ്ടായിരുന്നു, ബട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് താരതമ്യേന കുറവായിരുന്നു ഇന്ത്യയിൽ. ബിക്കോസ് അവർ ബാങ്കിങ് സെക്ടർ ഈസ് ലിറ്റിൽ ബിറ്റ് എഫിഷ്യൻറ്റ്. The primary reason for that, central government's operations. That is, RBIന്റെ റോള്. നമുക്ക് CRR ഉണ്ട്, SLR ഉണ്ട്, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ഇപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ നേർക്ക് അതിൻ്റെ ഒരു 8% അല്ലെങ്കിൽ 9% എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മെമ്പേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? BIS. ദാറ്റ് ഈസ് ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്, അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് എന്ത്? ബേസൽ. നിങ്ങളെ സിലബസിലുണ്ട് ബേസൽ 1, ബേസൽ 2, ബേസൽ 3. ആ ബേസൽ 1ലെയും ബേസൽ 2ന്റെയും ബേസൽ 3ന്റെയും പ്രധാനപ്പെട്ട കോമ്പണന്റ് എന്താണ്? ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ആ ബാങ്കിങ് സെക്കൻഡ് മൊഡ്യൂൾ ഏറെക്കുറെ ഇതിൽ അങ്ങോട്ട് തീരുകയാണ്. ഇസ്ന്റ് ഇറ്റ്? ഈ ഏരിയാസ് ഒക്കെ ഇതിൽ വരുന്നു. പ്രൊഡൻഷ്യൽ നോംസ്, 1 norm ഈസ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ബേസൽ 1, ബേസൽ 1, ബേസൽ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഒരു സിറ്റിയാണ്. സൂറിച്ച്, ജനീവ, ബേൺ എന്നൊക്കെ പറയുന്ന പോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസൽ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോയിലേക്ക് ഞാൻ വരും. കാരണം ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ നേർക്ക് ഓരോ മെമ്പേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, അതിലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു നല്ലൊരു നോം, ഒരു പ്രിൻസിപ്പിൾ അസൈൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് കമ്മിറ്റി ഫോർ ഫൈനാൻഷ്യൽ സൂപ്പർവിഷൻ, ദാറ്റ് ഈസ് അണ്ടർ BIS, ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്, വിച്ച് ഇസ് നോൺ ആസ് സെൻട്രൽ ബാങ്ക്. കേന്ദ്ര ബാങ്കുകളുടെ കേന്ദ്ര ബാങ്ക് ആണെന്ത്? BIS. നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ BISന്റെ നേതൃത്വത്തിൽ ബേസൽ 1, ഓക്കെ, നിങ്ങളുടെ സിലബസിലുണ്ട് ബേസൽ 1. 1988 ബേസൽ 1ന്, കാരണം ഇതൊക്കെ എന്താണ്? ബാങ്കിങ് ക്രൈസിസ് ഇല്ലാതിരിക്കുക, ബാങ്കിങ് ക്രൈസിസിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക, ബാങ്കുകൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ട നോംസ്, പ്രിൻസിപ്പിൾസ് ചെയ്യുക. പ്രൊഡൻഷ്യൽ നോംസിൽ ഇപ്പം നിങ്ങൾ ആലോചിക്കുക, അസറ്റ് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക. വി വിൽ ഡിസ്കസ് ഇൻ ദി കമ്മിങ് വീഡിയോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന ബേസൽ നോംസ് പ്രകാരം നിങ്ങൾ ആലോചിച്ചു ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 8%. അവരെ നോം പ്രിൻസിപ്പിൾ ചെയ്യുന്നു, അതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക്സ് ആ രാജ്യത്ത് നടപ്പിലാക്കും. മിനിമം 8%. അത് എൻഹാൻസ് ചെയ്യുക. ഇന്ത്യയിൽ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ നടപ്പിലാക്കിയത് 9%. അതുകൊണ്ടാണ് ഒരുവിധം ബാങ്കിങ് സെക്ടർ ക്രൈസിസ് ഒക്കെ മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താണ് അതിന്റെ ഇമ്പാക്റ്റ് കുറവാണ്. ഓക്കെ, ബാങ്കിങ് സെക്ടർ തകരുക എന്ന് പറഞ്ഞാൽ എക്കോണമി തകരുക, ആളുകളെ കോൺഫിഡൻസ് ഒക്കെ പോകും. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ബാങ്കിങ് സെക്ടറിന്റെ സ്ട്രെങ്ത്നെസ് ആ രാജ്യത്തിന്റെ ഗ്രോത്തിനെ, ആ രാജ്യത്തിന്റെ സ്ട്രെങ്ത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. റൈറ്റ്. അതുപോലെ ബേസൽ സെക്കൻഡ് നോട്ട് ചെയ്ത് വെക്കണം. ബേസൽ സെക്കൻഡ് ദ ഇയർ we can simply say 1998. Okay, and that is meeting that happened 1999. Then Basel III 2008 ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായപ്പോൾ ബേസൽ 1ഉം ബേസൽ സെക്കൻഡിനേക്കാൾ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്തു. ബാങ്കിങ് സെക്ടറിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി ബേസൽ 3 that is 2009. ഓക്കെ, ഈ 3 ടോപ്പിക്സ് നമ്മുടെ സിലബസിലുള്ള, അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്കൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസൽ 1, ബേസൽ 2 ആൻഡ് ബേസൽ 3. ഈ ടോപ്പിക്സ് നിങ്ങൾ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, നൗ കം ടു അവർ പോയിന്റ്. ക്യാപിറ്റൽ adequacy ratio, it is an part and parcel of prudential norms. That is the first point. ഓക്കെ, പ്രൊഡൻഷ്യൽ നോംസ് എന്നുള്ള ടോപ്പിക്ക് ചോദിച്ചാലും എക്സാമിൽ നിങ്ങൾ ക്യാപിറ്റൽ adequacy ratio, മാർക്കറ്റ് ഡിസിപ്ലിൻ, അസറ്റ് ക്വാളിറ്റി റിവ്യൂ, ഓക്കെ, ഇങ്ങനെ ബന്ധപ്പെട്ട ബാങ്കിങ് സെക്ടറിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ, ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ഇസ്ന്റ് ഇറ്റ്? ഇപ്പൊ നരസിംഹം കമ്മിറ്റി 1, നരസിംഹം കമ്മിറ്റി 2, അതിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ഈ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ സ്ട്രെങ്തൻ ചെയ്യണം, ബാങ്കിങ് സെക്ടറിനെ കൂടുതൽ മെക്കനൈസ് ചെയ്യണം, മീൻസ് ഡിജിറ്റലൈസ് ചെയ്യണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. Then another important point is that capital adequacy ratio is also known as capital to risk weighted asset ratio, that is CRAR. Isn't it? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കട്ടോ. ഞാൻ ഒന്നും കൂടി സിമ്പിളായിട്ട് പറയാം. ഞാനൊരു ബിസിനസ് തുടങ്ങി. ഓക്കെ, ഞാനൊരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സിന് ഞാൻ
ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്തതിൽ മീൻസ് എനിക്കൊരു 100 രൂപൻ്റെ റിസ്ക് എലമെൻ്റ് ഉണ്ട്. ഓക്കെ, 100% കിട്ടില്ല എന്നല്ല, ബട്ട് അതിൽ ചെറിയ റിസ്ക് ഉണ്ട്, 100 രൂപൻ്റെ റിസ്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബേസിൽ 1 പ്രകാരം ഞാൻ എന്താണ് 8 രൂപ എൻ്റെ ഓൺ ഫണ്ട്, 8 രൂപ ഞാൻ വേറെ ഒന്നിനും ഉപയോഗിക്കാതെ ഞാൻ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. എന്തിനാ കീപ്പ് ചെയ്യുന്നത്? ഈ 100 രൂപ റിസ്ക് ആയിട്ടുള്ള സാധനം ഉണ്ടല്ലോ, ഈ റിസ്ക് അഥവാ എനിക്ക് എന്തെങ്കിലും കാരണവശാൽ തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഓൺ ഫണ്ട് കീപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് ദ സിമ്പിൾ പോയിന്റ്. ഓക്കെ, that is, it is also known as capital to risk weighted asset ratio, or you can see capital adequacy ratio is the amount, okay, is the amount that bank have to maintain. എല്ലാ ബാങ്കുകളും അത് കീപ്പ് ചെയ്യണം in the form of their own funds. This is the keyword, own funds. ആ ഫണ്ട് പിന്നെ വായ്പ കൊടുക്കാനോ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ എന്താവണം, ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്താണ് റെഡി ആയിട്ട് ഇങ്ങനെ കയ്യിലുണ്ടാവണം. ഓൺ ഫണ്ട് ഫോർ വാട്ട്? ടു ഓഫ്സെറ്റ് ഓർ ടു മീറ്റ്, ഓക്കെ, ടു ടാക്കിൾ എനി ലോസ്. ഓക്കെ, ഞാൻ പറഞ്ഞു ബാങ്കിങ് സെക്ടറിൽ എന്താണ് റിസ്ക് ആണ്, ലോസ് വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താ, വായ്പ എടുത്ത ആൾക്കാർ മുങ്ങാം. അപ്പം നമുക്കറിയാം, നമ്മൾ തന്നെ വേറെ ആർക്കെങ്കിലും കടം കൊടുത്താൽ അത് തിരിച്ച് കിട്ടാതിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതേ പ്രിൻസിപ്പിൾ ആർക്കും അപ്ലിക്കബിൾ ആണ്, ബാങ്കിങ് സെക്ടറിനും. isn't it? That is an offset any loss that bank incur, ബാങ്ക് ഫേസ് ചെയ്യാണ് if the borrowers or account holders. ഓക്കെ, ഇപ്പം ഞാനൊരു വായ്പ എടുക്കാൻ വരികയാണെങ്കിൽ ബാങ്ക് എൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങും അല്ലേ, അക്കൗണ്ട് ഹോൾഡർ ആണ് ആര്, ബോറോവേഴ്സ്. വായ്പ എടുത്തപ്പോൾ ബോറോവേഴ്സ് ഫെയിൽ ടു റീപേ ഡ്യൂസ്. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു മാസം 1000 രൂപ ബാങ്കിന് തിരിച്ചടവുണ്ട്, അതിൽ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ഭാഗമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. ആ 1000 രൂപ തിരിച്ചു കൊടുക്കാനുള്ള ഡേറ്റ് എത്തുന്നുണ്ട് ഡ്യൂ എന്ന് പറയാം, ഡ്യൂസ്, ഓവർ ഡ്യൂ. ഓക്കെ, ആ ഡ്യൂസ് വന്നിട്ട് ഞാൻ എന്താണ് പലിശയും കൊടുക്കുന്നില്ല, മുതലും കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡീഫോൾട്ട്. എന്താ പറയാ, ഡീഫോൾട്ട്. ഓക്കെ, ഡീഫോൾട്ട്. ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഫെയിൽ ടു റീപേ, isn't it? So we can simply say capital adequacy ratio is the amount that banks have to maintain in the form of their own funds to offset any loss that bank incur if the borrowers fail to repay dues. അപ്പോൾ ഇതൊരു ഓൺ ഫണ്ടാണ്, ബാങ്ക് കീപ്പ് ചെയ്യണം. എന്ത് റിസ്കി ആയിട്ടുള്ള ലോണും കാര്യങ്ങളും കൊടുത്ത് അത് ബുദ്ധിമുട്ട് വന്നാൽ ബാങ്കിന് പിടിച്ചു നിൽക്കണം. കാരണം എന്താ, ബാങ്കിങ് സെക്ടർ പൂർണ്ണമായിട്ടും സ്ട്രെങ്തൻ ചെയ്ത് നിൽക്കണം. അത് രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്, ഒരു കാരണവശാലും തകരാൻ പാടില്ല. isn't it? Then now we can discuss, what is the formula to identify or to calculate capital adequacy ratio. Okay, 8% എങ്ങനെ കാണാം എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ഫോർമുല നമുക്ക് നോക്കാം. ഓക്കെ, റൈറ്റ്. We can see this is the formula. Capital adequacy ratio is equal to total unimpaired asset. Unimpaired means undamaged. Okay, not damaged. Risk അല്ലാതെ. That is on fund. This is the perfect capital. On fund. Total unimpaired means impaired എന്ന് പറഞ്ഞാൽ എന്താണ്, റിസ്കി ആയിട്ടുള്ള പ്രശ്നമുള്ള. Unimpaired means undamaged asset. Okay, capital divided by risk weighted asset. റിസ്ക് വെയ്റ്റഡ് അസറ്റ് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ്, അതുപോലെ വിജയ് മല്യക്ക് കൊടുത്തതൊക്കെ എന്താണ് റിസ്ക് വെയ്റ്റഡ് അസറ്റാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഓരോ RBI എന്താണ് റിസ്കി ആയിട്ടുള്ള ആ ഒരു അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണെങ്കിൽ റിസ്ക് എന്താണ് 0, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പം ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ദാറ്റ് ഈസ് 9% ഓഫ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. ഓക്കെ, CAR equal to or it may be greater than 9%. ഓക്കെ, 9% കൂടുതൽ എന്ന് പറയുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ക്യാപിറ്റൽ ആണ്, അൺഡാമേജ്ഡ് ആണ്, ഓൺ ഫണ്ട് ആണ്. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ കൂട്ടണമെങ്കിൽ എന്താണ്, ന്യൂമറേറ്റർ കൂട്ടാം. പക്ഷെ ബാങ്ക് തയ്യാറാകും. നിങ്ങൾ ആലോചിച്ച്, ഓൺ ഫണ്ട് പറഞ്ഞാൽ വായ്പയും കാര്യം കൊടുക്കാതെ കൂടുതൽ ഇങ്ങനെ കയ്യിൽ കീപ്പ് ചെയ്യാന്ന് പറഞ്ഞ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ് അല്ലേ. ഒരു ബാങ്കിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട റൂൾസ്, ആട്രിബ്യൂട്ട്സ് നമ്മൾ ബാങ്കിങ് മണ്ണിൽ പഠിച്ചിട്ടുണ്ട്. ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഈ 4 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലേ. അതൊരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ കൂട്ടുക എന്ന് പറയുന്നത് ബാങ്ക് പൊതുവേ ചെയ്യില്ല. രണ്ടാമത്തെ എന്താണ്, റിസ്ക് വെയ്റ്റഡ് അസറ്റ് എന്തിൻ്റെ, ഇതിൻ്റെ റേഷ്യോ കുറക്കാം.
ഡിനോമിനേറ്റർ കുറഞ്ഞാൽ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ കൂട്ടുക. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ബാങ്ക് വളരെ റിസ്കി ആയിട്ടുള്ള മേഖലയിൽ കൂടുതൽ വായ്പ കൊടുക്കുന്നത് തടയാം. ഓക്കെ, RBI ഈസ് ഇൻറ്റൻഡഡ് ടു റെഡ്യൂസ് ദ വോളിയം ഓഫ് റിസ്കി ലോൺസ്. ഓക്കെ, RBI എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ ഒന്ന് പിടിക്കണം. കാരണം എന്താ, ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള മേഖലയിലേക്ക് വായ്പ കൊടുത്താൽ നോൺ പെർഫോമിംഗ് അസറ്റ്സ് കൂടും, അഥവാ ബാഡ് ലോൺസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ബാഡ് ലോൺസ് കൂടും, അത് ബാങ്കിന്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കും, എക്കോണമിയെ ബാധിക്കും. ഓക്കെ, അപ്പോൾ we can conclude capital adequacy ratio, it is a part and parcel of Prudential Norms. It is also known as capital to risk weighted asset ratio. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഈ നോംസും കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യുന്നത് ബേസൽ കമ്മിറ്റി, ദാറ്റ് ഈസ് ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്, അതിൽ ബന്ധപ്പെട്ട എന്താണ് ബാങ്കിങ് കമ്മിറ്റി ഫോർ ഫൈനാൻഷ്യൽ സൂപ്പർവിഷൻ, ദാറ്റ് ഈസ് BCFS. ഇതൊരു ഗ്ലോബൽ ഫ്രെയിംവർക്കിലാണ് ചെയ്യുന്നത്. കൺസേൺഡ് സെൻട്രൽ ബാങ്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. 8% പറഞ്ഞ സമയത്ത് ഇന്ത്യയിൽ എന്താണ് RBI 9% ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ Basel I, Basel II ആൻഡ് Basel III പ്രധാനപ്പെട്ട ഒരു ഇന്റഗ്രൽ പാർട്ടായിട്ടുള്ള കോമ്പണന്റ് ആണ് എന്ത്, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. ഓക്കെ, we can conclude capital adequacy ratio as capital adequacy implies that any bank being engaged in a business of lending means loans and advances, has normal risk ഉണ്ട് associated and should have some minimum own funds to meet such risk. അതുപോലെ എക്സാമിന് നിങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ഫോർമുല ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. കാരണം 2 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു 1-2 സെന്റൻസ് കൊടുത്തിട്ട് ഈ ഫോർമുല കൊടുക്കുക. 5 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്താൽ, പ്രൊഡൻഷ്യൽ നോംസിന്റെ ഭാഗമായിട്ട് ചോദിക്കുകയാണെങ്കിലും ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക. വി ക്യാൻ എക്സ്പ്രസ് ദിസ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ലൈക്ക് ദിസ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ അൺഇംപയർഡ് ഓർ അൺഡാമേജ്ഡ് അസറ്റ് ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ്. ഓക്കെ, അപ്പോൾ നല്ല തറവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ബാങ്കിങ് സെക്കൻഡിന്റെ ഇംഗ്ലീഷിലോ മലയാളത്തിലുള്ള ആ സ്റ്റഡി മെറ്റീരിയൽ, ഹാൻഡ് ബുക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കളക്ട് ചെയ്യണം. In the coming video, we will discuss, non-performing assets or bad loans, toxic loans. It is also part and parcel of asset classification. Okay, that we will discuss in the coming video. Okay, wish you all the very best. Have a nice day. Happy learning.